നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ജനുവരി മാസം 20-ാം തീയതി 1201-ാം ആണ്ട് മകരമാസം 6-ാം തീയതി ചൊവ്വാഴ്ച. ഇന്ന് ചൊവ്വാഴ്ചയാണ്. ആഴ്ച ചൊവ്വാഴ്ച, നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ് എങ്കിലും ഇന്നത്തെ ആഴ്ച ചൊവ്വാഴ്ചയാണ്. ചൊവ്വ പൊതുവേ ശുഭദിനമല്ല. നക്ഷത്രമൊക്കെ കൊള്ളാം. ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ്. ചൊവ്വ പലതരത്തിലുള്ള തടസ്സഭാവങ്ങളെ കൊടുക്കുന്ന ദിവസമാണ്. ശത്രുക്കളുടെ എണ്ണം കൂടാം, പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടാകാം, വണ്ടിയൊക്കെ ഓടിക്കുന്നിടത്ത് സൂക്ഷിക്കണം. ചെറിയ ചെറിയ വഴക്കോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടായി അന്ന് സോൾവ് ചെയ്ത് പൊക്കോളണം. കാരണം ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. ഈ ഒരു ദിവസത്തിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ മകര മാസത്തിലെ തിരുവോണ നക്ഷത്രം ബർത്ത് ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലമാണ് അവർ ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ ഒരു വിവാഹക്കാർക്കെങ്കിലും ആ മാസത്തിലെ തിരുവോണ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുറേ കഷ്ടതകൾ കൂടിയ ഒരു വർഷമാണ്. പ്രത്യേകിച്ച് കേസ് വഴക്കുകൾ, സാമ്പത്തിക നഷ്ടം, ശാരീരിക ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് സർജറിക്ക് വിധേയമാവുക, ചെറിയ മുറിവ്, ചതവ്, ആക്സിഡൻ്റൊക്കെ ഉണ്ടാവുക, ഇതൊക്കെ വരാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ ഒരു വർഷം നിങ്ങൾ കൂടുതലായിട്ട് സൂക്ഷിക്കണം എന്ന് പറയാൻ കാരണം. വളരെ ശ്രദ്ധയോടുകൂടി വളരെ സൂക്ഷിച്ചു പോവേണ്ട ഒരു വർഷക്കാലമാണ് നമുക്ക് പ്രദാനം ചെയ്ത് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വർഷക്കാലവും നിങ്ങൾ ഈ ചൊവ്വയെ അതിജീവിച്ച് പോകാൻ വേണ്ടി ചൊവ്വയുടെ ദേവതയായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രീതിപ്പെടുത്തണം. മുരുക ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ഭസ്മാഭിഷേകം, പഞ്ചാമൃതാഭിഷേകം, അർച്ചന ഇവ നടത്തണം. അതുപോലെ തന്നെ ഒരു മുരുക യന്ത്രം, സുബ്രഹ്മണ്യ യന്ത്രം, അപകടങ്ങളോ മറ്റ് അസ്വസ്ഥതകളോ വരാതിരിക്കാൻ വേണ്ടി മഹാമൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കെട്ടിക്കൊള്ളുക, ഒരു പ്രൊട്ടക്ഷനായിട്ട് ഒരു വർഷത്തേക്ക്. അതുപോലെ തന്നെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. രാഹുകാലം ഉച്ചയ്ക്ക് 3 മണി മുതൽ 4:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹുകാല സമയം ഇന്ന് കറക്റ്റ് പറഞ്ഞത് 1:28 തൊട്ടേ ആരംഭിക്കുകയുള്ളൂ. 4:54 രാഹുകാലം തീരുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. യാത്രയ്ക്ക് മാത്രമേ രാഹുകാലം ബാധകമായിട്ടുള്ളൂ. മറ്റ് കാര്യങ്ങൾക്ക് 2 സമയങ്ങളാണ് നമുക്ക് സൂക്ഷിക്കേണ്ടത്. ഗുളിക കാല സമയവും യമകണ്ഠ കാല സമയവും. 12:36 തൊട്ട് 2:02 വരെ ഗുളികനും 9:43 തൊട്ട് 11:09 വരെ ഗുളികകാല സമയവും. ഈ 2 സമയവും വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഒരു ശുഭകാര്യത്തിന് എടുക്കാതിരിക്കുക. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എങ്കിൽ അഭിജിത്ത് മുഹൂർത്തം എടുത്ത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അഭിജിത്ത് മുഹൂർത്ത സമയം ഇന്ന് വരുന്നത്, എല്ലാ ദിവസവും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. ഇന്നും അഭിജിത്തിൻ്റെ സമയം 12:11 തൊട്ട് അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കും. 12:59 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഈ സമയം നമുക്ക് എത്ര മോശം ദിവസമാണെങ്കിൽ പോലും ഈ സമയം നമുക്ക് ശുഭപ്രദമായി തീരും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. ശുഭ്രവസ്ത്രം ധരിച്ചുകൊണ്ട് ഇപ്പോൾ ഓരോ കാര്യത്തിന് പോകുന്നത് വളരെ ഭാഗ്യദായകമായി തീരും. പ്രത്യേകിച്ച് വെള്ള വസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ള വസ്ത്രം ഒന്നും ധരിച്ചുകൊണ്ട് പോകാതിരിക്കുക. നമുക്ക് ചെയ്യേണ്ട റെഡ് കളറിലുള്ള വസ്ത്രം ധരിക്കുന്ന, റെഡ് മിക്സ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുക. ചുവപ്പ് ഇടുന്ന വെള്ള അത്ര ശോഭനമല്ല. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.